മഹാന്മാർ പഠിപ്പിച്ചത് ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഖൽബിന്റെ ഉള്ളിൽ അല്ലാഹു തആല ഇട്ടുകൊടുക്കുന്ന നൂറാണ്, പ്രകാശമാണ്. അതാണ് ഇൽമു, അല്ലാഹുവിന്റെ നൂറ്. അതാണ് ഇൽമ്. ആ ഇൽമാണ് ബഹുമാനപ്പെട്ട താജുൽ ഉലമ എപ്പോഴും ഇഷ്ടപ്പെട്ടതും സ്നേഹിച്ചത് മാത്രമല്ല, ബഹുമാനപ്പെട്ടവർ മദനി തങ്ങളുടെ ദർഗയിൽ വെച്ച് ദ്വാരക്കുന്നത് കേട്ടതാണ്. അല്ലാഹുവേ, എന്റെ ദർസിന് മുടക്കമാകുന്ന, എന്റെ ദർസ് മുടങ്ങി പോകുന്ന ഒരു കാര്യം നീ എനിക്ക് തരണ്ട. ഞാൻ ചൊല്ലിക്കൊടുക്കുന്ന ദർസ്, ഞാൻ പഠിപ്പിച്ചു കൊടുക്കുന്ന ഇൽമ്, അത് മുടങ്ങിപ്പോകുന്ന ഒന്നും എനിക്ക് വേണ്ടേ വേണ്ട. അല്ലാഹുവിനോട് കരഞ്ഞുകൊണ്ട് ദ്വാരന്നു. മാത്രമല്ല ബഹുമാനപ്പെട്ടവര് ദർസ് നടത്താൻ വേണ്ടി വെള്ളാളം പള്ളി ജുമാഅത്ത് പള്ളിയുടെ ഉള്ളിലേക്ക് മുറുമുന്നു പോകുമ്പോ ആ ഇറങ്ങുന്ന സമയത്ത് ആരെങ്കിലും വന്നാൽ, എത്ര വലിയ കോടീശ്വരൻ വന്നാലും, എടാ പോടാ, ഞാൻ ദർസ് ചൊല്ലി കൊടുക്കാൻ വേണ്ടി പള്ളിക്ക് പോവാണ്, എന്റെ ദർസിനെ മുടക്കാൻ നീ വരണ്ട. ഇതാണ് ബഹുമാനപ്പെട്ട ഉള്ളാളുകൾ തങ്ങളും പാപ്പയും എന്നെ ഉസ്താദും നമുക്ക് പഠിപ്പിച്ചത്. എന്താണ് അതിന്റെ അർത്ഥം? അല്ലാഹുവിന്റെ ദീന് ഈ ചിന്നമുഖറിലും പരിസരത്തും ഈ ലോകത്ത് അല്ലാഹുവിന്റെ ദീന് നിലനിൽക്കണമെങ്കിൽ, മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരിക്കണമെങ്കിൽ, മുസ്ലിമായ കുടുംബം നമുക്കുണ്ടാകണമെങ്കിൽ അല്ലാഹുവിന്റെ ദീൻ അറിയുന്ന, അല്ലാഹുവിന്റെ ദീൻ അറിഞ്ഞാലേ അല്ലാഹുവിന്റെ പേടി ഉണ്ടാവുകയുള്ളൂ. അല്ലാഹുവിന്റെ ദീൻ അറിയാത്തൊരു തനിക്കും അല്ലാഹുവിന്റെ പേടി ഉണ്ടാവൂല. ആ ദീൻ അറിഞ്ഞ അല്ലാഹുവിനെ പേടിക്കുന്ന ഒരു കൂട്ടം ജനങ്ങൾ ഇവിടെ ഉണ്ടാക്കാനാണ് എന്നെ ഉസ്താദും ഉള്ളാളുകൾ തങ്ങളും പാപ്പയും അവരെ 192 കൊല്ലം ഇവിടെ ജീവിക്കുമ്പോ അതിൽ 14 കൊല്ലം അങ്ങോട്ട് മാറ്റിവെച്ചാൽ ബാക്കി 80 കൊല്ലക്കാലം അവർ ചെയ്തത് അല്ലാഹുവിന്റെ ദീൻ നിലനിർത്താൻ, അല്ലാഹുവിന്റെ ദീനിന്റെ ഇൽമ് ഇവിടെ ഹയാത്തായി നിലനിൽക്കാനുള്ള ശ്രമങ്ങളും അധ്വാനങ്ങളും കഷ്ടങ്ങളുമാണ് ആ മഹാന്മാർ സഹിച്ചത്. അല്ലാഹു ആ വഴിയിൽ ചിന്തിക്കാൻ നമുക്ക് നമ്മുടെ വിലമായിരിക്കും. റബ്ബ് തൗഫീഖ് നൽകട്ടെ. അത് ചെയ്യാൻ കഴിഞ്ഞില്ലേ? ആലിമീങ്ങളെ, പണ്ഡിതന്മാരെ നമുക്കത് ചെയ്യാൻ കഴിഞ്ഞില്ലേ? നമ്മൾ ചിന്തിക്കുന്നില്ലേ? എന്നിട്ട് ഈ ജനങ്ങളൊക്കെ നശിച്ചോ? എങ്കിൽ നമ്മളൊക്കെ അതിന്റെ ദുനിയാവിലും ആഖിറത്തിൽ ഉത്തരവാദിയാകേണ്ടി വരും. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, ഖിയാമത്ത് നാളിൽ ഒരു പണ്ഡിതനെ, ഒരു ആലിമിനെ നരകത്തിൽ കൊണ്ടുപോയി വലിച്ചിടപ്പെടുന്നു. ആ സമയത്ത് ആ നരകത്തിൽ വെച്ച് അവന്റെ കൊടലിൽ, ആലിമിന്റെ കൊടലിൽ വീർത്ത് വീർത്ത് വലിയ മല പോലെയായി അവന്റെ കൊടൽ പുറത്തേക്ക് പൊട്ടി വരുന്നു. ഫയദൂറു കമാ യദൂറുൽ ഹിമാർ. ആ പണ്ഡിതന്റെ കൊടൽ പൊട്ടിയിട്ട് നാറുകയാണ്. ആ കൊടലിന്റെ ചുറ്റും ഇങ്ങനെ കറങ്ങുകയാണ്. فيطوف به أهل النار فيقولون ഇതിൽ കാണാം, ഇയാളെ നോക്കുമ്പോ കണ്ട് പരിചയമുള്ള ഒരാളാണ്, നോക്കുമ്പോ വലിയ വയത് പറഞ്ഞ ഉസ്താദാണ്, ആലിമാണ്. ആ സമയത്ത് ഈ ആലിമിനോട്, ഈ പണ്ഡിതനോട് ആ നരകത്തിൽ കത്തിക്കരിയുന്ന മറ്റുള്ള ആളുകൾ വന്നിട്ട് ചോദിക്കുന്നു, അല്ല, നിങ്ങൾ വലിയ വയത് പറയുന്ന ആളും വലിയ നസീഹത്ത് പറയുന്ന ആളും വലിയ ഡിഗ്രി എടുത്ത ആലിമായിരുന്നില്ലേ? നിങ്ങൾ ഞങ്ങളോട് പലപ്പോഴും അത് ചെയ്യണം ഇത് ചെയ്യണമെന്ന് ഉപദേശിച്ചിരുന്നല്ലോ, അത് ചെയ്യണ്ട ഇത് ചെയ്യണ്ട എന്ന് പറഞ്ഞിരുന്നല്ലോ. പിന്നെ നിങ്ങൾ എന്താണ് ഞങ്ങളെക്കാളും വളരെ മോശപ്പെട്ട കഠിനമായി അദാബ് ശിക്ഷ നരകത്തിൽ നിങ്ങൾക്ക് എങ്ങനെ കിട്ടി?
ബലകിന്നനി മാ കുന്തു ബിൽ ഇൽമിൽ മുഖറമി ആമിലാ. ഈ സമയത്ത് ഈ ആലിമിന്റെ മറുപടി, ഓ ജനങ്ങളെ, നിങ്ങളെ ചോദ്യം വളരെ ശരിയാണ്. പക്ഷേ ഞാൻ പഠിച്ച ഇൽമനുസരിച്ച് നിങ്ങളോട് പറഞ്ഞതല്ലാതെ ഞാനതൊന്നും ചെയ്തില്ല. നല്ല കാര്യങ്ങളെ കൊണ്ട് നിങ്ങളോട് ഞാൻ കൽപ്പിച്ചു, നിങ്ങളത് ചെയ്തു, എനിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. ചീത്തനെ ഞാൻ വിരോധിച്ചു, ഞാൻ ആ ചീത്ത ചെയ്തു. അഥവാ ഒരു പണ്ഡിതന്മാർ ആലിമീങ്ങള് അവരേറ്റെടുത്ത ധർമ്മങ്ങൾ നിർവഹിക്കാതെ ഇവിടെ ദീന് നശിച്ചു പോയാൽ, ദീനേറ്റെടുക്കാൻ ആളില്ലാത്തൊരവസ്ഥ ചിന്നമുഖറിൽ വന്നാൽ, കേസീറോളിൽ വന്നാൽ, ഉത്തരവാദപ്പെട്ട നമ്മളെ പടച്ചറപ്പിന്റെ മുമ്പിൽ മറുപടി പറയാൻ ബാധ്യസ്ഥനാണ് അർഹമുർ റഹീമായ റബ്ബേ. നാളെ പാരത്രിക ലോകത്ത് നിന്റെ കോളനിന്റെ മുമ്പിൽ വെച്ച് റബ്ബേ നീ ഞങ്ങളെ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ, ഞങ്ങൾക്കോട് ചോദ്യം ചെയ്യപ്പെടുമ്പോൾ മറുപടിയില്ലാതെ നരകത്തിലേക്ക് വലിക്കപ്പെടുന്നൊരു അവസ്ഥ റബ്ബേ ഞങ്ങൾക്ക് ഞങ്ങളെ ഞങ്ങളെ നേതൃത്വത്തിൽ നീ തരല്ലേ അല്ലാഹ്. നിന്റെ കോടതിയുടെ മുമ്പിൽ ആ ജനകോടികളെ മുമ്പിൽ വെച്ചുകൊണ്ട് ഞങ്ങളെ നീ ഫളിഹത്താക്കല്ലേ അല്ലാഹ്, വഷളാക്കല്ലേ റബ്ബേ. കഠിനമായ ശിക്ഷയ്ക്ക് മറ്റുള്ള ആളുകളെ മുമ്പിൽ വെച്ചുകൊണ്ട് ഞങ്ങളെ നീ വിധേയരാക്കല്ലേ അല്ലാഹ്. അതാണ് മഹാനായ താജുൽ ഉലമയും നൂറുൽ ഉലമയും പേടിച്ചു അല്ലാഹുവിന്റെ ദീനിന്റെ വിഷയം പഠിപ്പിക്കുന്നിടത്ത് മുടക്കം വന്നേ കണ്ട. ആ കാരണം പറഞ്ഞ് ഈ കാരണം പറഞ്ഞിട്ട് മുടക്കിയാൽ ഈ ദുനിയാവിലൊരു പക്ഷേ നമുക്ക് ന്യായം പറയാം, പടച്ചറപ്പിന്റെ മുമ്പിൽ ഒരാൾക്കും രക്ഷപ്പെടാൻ കഴിയില്ല. ഇതൊക്കെ വളരെ യാഥാർത്ഥ്യമാണ്, സത്യമാണ്. ഇന്നെന്റെ നിങ്ങൾ എടുക്കലെന്ന് പറഞ്ഞിട്ട് നിങ്ങളെ പൊട്ടാസാക്കി, നിങ്ങൾ എന്നെ കൈപിടിച്ചു മുത്തി, നിങ്ങൾ ദ്വാരക്കാൻ പൈസ തന്നു. ഇതൊക്കെ ദുനിയാവിൽ ഇങ്ങനെ നാട്ടകാക്കി നമ്മൾ ഒപ്പിച്ചു പോയാൽ, അവനവന്റെ ജവാബ്ദാരിനെ പറ്റി ഓർമ്മപ്പെടുത്താതെ അങ്ങ് പോയാൽ രക്ഷപ്പെടാൻ ഒരു മാർഗവും ഇല്ലേ ഇല്ല. അതാണ് ബഹുമാനപ്പെട്ട താജുൽ ഉലമകൾ മദനി തങ്ങളുടെ ദർഗന്റെ കിലില കുടിച്ചുകൊണ്ട് ദ്വാരക്കുന്ന റബ്ബേ എന്റെ എന്റെ ദർശിന് മുടക്കമാകുന്നതൊന്നും എനിക്ക് തരണ്ട എന്ന് പറഞ്ഞാൽ, എന്റെ അടുക്കൽ കുറെ ആളുകൾ ഇങ്ങനെ മന്ത്രിക്കാൻ വരാ, കുറെ ആളുകൾ ശിവക്ക് വേണ്ടി വരാ. അപ്പൊ നീ എനിക്ക് തന്ന വലിയ കറാമത്ത് കൊണ്ട് അവരെ രോഗം മാറുക. അങ്ങനെ എന്റെ അടുത്തേക്ക് ആളുകൾ ഇങ്ങനെ വന്നുകൂടുക. ഇതെനിക്ക് വേണ്ടേ വേണ്ട, എനിക്ക് കൃത്യമായി എന്റെ ദർസ് നടന്നാൽ മതി, മുതഅല്ലിമിങ്ങൾക്ക് ചൊല്ലിക്കൊടുത്താൽ മതി. ആ മഹാന്മാരുടെ അനുസ്മരണമാണ് ഇവിടെ നടക്കുന്നത്. നമുക്ക് കുറവാണ്. എനിക്കുണ്ടോ? മൊയിലാമാരൊക്കെ മരിച്ചപ്പോ ഞാൻ മൊയിലാരായി. മൊയിലാമാരുണ്ടെന്ന് ഞാൻ മൊയിലാരാവില്ല. ആരാ മൊയിലാർ? ഇമാമുന ശാഫിഈ, ഇമാം അബൂ ഹനീഫ, ഇമാം മാലിക്, ഇമാം അഹ്മദ് ഹംബൽ, ഇമാം നവവി, ഇമാം റാഫിഈ, ഇമാം സുബ്കി, ഇമാം ലൗറവീനി, ഇമാം ഗസാലി, അങ്ങനെ തുടങ്ങുന്ന ആലിമീങ്ങളും ഇമാമിങ്ങളെ പട.
അവരുണ്ടാകുമ്പോ നമ്മള് മൈലാരാവില്ല. നിങ്ങൾ ഉസ്താമാരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാളെ നിങ്ങൾ അങ്ങനെ ശംസുലുലമ അല്ലാഹു ദറജ കൊടുക്കട്ടെ. ഞാൻ ഇന്ന് കോളേജിൽ എടുക്കുമ്പോ കണിയത്ത് ഉസ്താദിന്റെ വിഷയം പറഞ്ഞു. അങ്ങനെ ചില മനുഷ്യന്മാർക്ക് അങ്ങനെ നമ്മൾ കണിയത്ത് ഉസ്താദ് ഇ കെ ഉസ്താദിനോ അറിയാത്ത ആളാണ്. നമ്മളത്ര അറിയുന്ന നമുക്ക് എപ്പോഴും പറയാം. ഒരു സ്ഥലത്ത് ഞാൻ ഓരോ ശംസുലുലമാനെ പറ്റി പറഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോ ആള് ഊരെടുത്തിട്ട് വേറെ കേട്ട ആള് പറഞ്ഞോളൂ, ഇയാൾ അതല്ലേ, ഇയാൾ അത് മനസ്സിലായില്ലേ, ഇയാൾ അതല്ലേ, ഇയാൾ മാറീന. അപ്പൊ പറഞ്ഞോളൂ. അപ്പൊ ഞമ്മക്ക് ശംസുലുലമാനെ വിശദീകരിക്കാൻ ഇയാളെ അപ്പൊ ശംസുലുലമയോട് ഒരാൾ ചോദിച്ചു പോലും, നിങ്ങളെ മകളെ നിക്കാഹി കൊടുത്തത് ഒരു നല്ല ദീനിയായ കച്ചവടം ചെയ്യുന്ന ഒരാൾക്കാണല്ലോ, ആലിമിന്റെ മകളല്ലേ? അപ്പൊ പറഞ്ഞു, എടാ ആലിം എവിടെ ഉള്ളത്? ഇവിടെ ആലിമുണ്ടോ? ഇവിടെ ആലിമുണ്ടോ? ഇവിടെ ഞാൻ ആലിം ഊർ ചോദിക്കാം. ഞാൻ ഒരു തമീസുള്ള മുസ്ലിം, അത്രയുള്ളൂ. തമീസുള്ളവൻ തമീസില്ലാത്തവൻ എന്ന വ്യത്യാസമല്ലാതെ ആലിം എവിടെയുള്ളത്? അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇവിടെ നടക്കുന്ന എല്ലാ മജ്‌ലിസുകളും ഭാവിയിൽ കൃത്യമായി നടക്കാൻ അതിന്റെ മുഹബ്ബീങ്ങളും അതിനെ സ്നേഹിക്കുന്നവരും അല്ലാഹുവിനെ അറിയുന്നവർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയുന്നവർ, സുന്നി സംഘടനകളുടെ വഴിയായിട്ട് ഒരു മഹബ്ബ ക്യാമ്പ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ആ ക്യാമ്പിൽ നോക്കുമ്പോ മഹബ്ബ ബോർഡ് ആളില്ല, ആള് മാഫി ഖലാസ്, ബോർഡ് മാത്രം, ബോർഡ് മൗജൂദ്, ആള് മാഫി. സംഘടന എത്രയുണ്ട് നമുക്ക്? സംഘടനയുടെ ഉഷാറെന്താ? മഹബ്ബത്തുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അതിനു വേണ്ടിയുള്ള ആളുകളില്ല. ഞാൻ കുറ്റം പറയില്ല, നമ്മളെ അവസ്ഥ തന്നെ പറയുന്നത്. ഞാൻ വേറെ ആരെ നന്നാക്കുന്ന മുമ്പ് നമ്മളെ നമുക്ക് നന്നാക്കാം. വേറെ ഗ്രൂപ്പും പാർട്ടിയും ചക്കിയും മണ്ണൊന്നും പറയണ്ട. അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ, എല്ലാവരും അല്ലാഹു നന്നാക്കി തരട്ടെ. ശത്രുതയും അദാബത്തും പകയും അല്ലാഹു ഇല്ലാണ്ടാക്കട്ടെ. ചില മരിക്കുന്നത് വരെ കേസും ഗുൽമാനും ലാശ സകറാത്തുൽ മൗത്തിലും പറയാണ് കോടതി 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 കോടതി. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന സ്ഥാനത്ത് കോടതി. മഞ്ചേരിയിൽ ഒരു ഡോക്ടർ, ഒരു ഡ്രൈവർ വെച്ചു, ഒരു കണ്ടക്ടർ കഥ പറയും. മലപ്പുറം ജില്ല മഞ്ചേരി. അയാള് മരിക്കുന്ന സമയത്ത് പറഞ്ഞ വാക്കെന്നറിയോ? കോഴിക്കോട് കോഴിക്കോട് കട്ടക്കൽ കോട്ടക്കൽ കോട്ടക്കൽ മഞ്ചേരി 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 മഞ്ചേരി. കാരണം ഇയാൾ എപ്പോഴും പറഞ്ഞുകൊണ്ടാണ് ബസ്സിന്റെ കാര്യം അതാണ് ഈ ബസ് അടുത്ത് കോട്ടക്കൽ 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 മരിക്കുമ്പോൾ പറഞ്ഞ കോട്ടക്കൽ 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 മഞ്ചേരി 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 മഞ്ചേരി. നിന്റെ ആയുസ് നീ എന്തിൽ കൂടുതൽ ചെലവാക്കുന്നോ അതായിരിക്കും നിന്റെ അവസാനം നിന്റെ നാവിലുണ്ടാവുക. കോടതി 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 ഹൈക്കോടതി 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 മുനിസിപ്പൽ കോടതി മുനിസിപ്പൽ കോടതി ഇനി ഞാൻ സുപ്രീം കോടതി സുപ്രീം കോടതി മരിക്കുമ്പോൾ അതന്നെ പറഞ്ഞിട്ട് മരിക്കേണ്ടി വരും. അല്ലാഹു എല്ലാ മുസ്ലിമീങ്ങളെയും കാക്കട്ടെ, എല്ലാ മുഅ്മിനീങ്ങളെയും അല്ലാഹു കാക്കട്ടെ, നല്ലത് ചിന്തിക്കുന്ന മനസ്സ് അല്ലാഹു കാക്കട്ടെ. ഇവിടെ എല്ലാം എന്താ സംഭവിച്ചിരിക്കുന്നത് മനസ്സിലായോ? അല്ലാഹുവിന്റെ പേടി, പടച്ചറപ്പിന്റെ പേടിയില്ല. നിങ്ങൾ നോക്കി ബഹുമാനപ്പെട്ട ഉള്ളാളത്തിൽ തങ്ങൾ ഉപ്പാപ്പ 3 മണി രാത്രി, ഓ അലിമികളെ, ഓ ചെറുപ്പക്കാരെ, വയസ്സന്മാരെ, ഉമ്മമാരെ,
3 മണി രാത്രി വാത് കഴിഞ്ഞിട്ട് എത്ര ലേറ്റായിട്ട് വന്നാലും 3 മണി രാത്രിയാകുമ്പോ ബഹുമാനപ്പെട്ടവർ 80 വയസ്സിലും 90 വയസ്സിലും ആ വിരുപ്പം എണീറ്റ് പോയി. എന്നിട്ടതാ രാത്രി തഹജ്ജുദ് നിസ്കരിച്ചുകൊണ്ട് അത് 2 റക്അത്ത് അല്ല, 4 റക്അത്ത് അല്ല, ചെറിയ സൂറത്ത് ഓതിയിട്ടല്ല, വലിയ ലൈറ്റ് ഇട്ടിട്ടല്ല, ആളെ മുമ്പിലല്ല, ആരും എണീറ്റിട്ടില്ല, ആരും കാണുന്നില്ല, റബ്ബായ അല്ലാഹു മാത്രം കാണുന്നു. ആ റബ്ബിനെ പേടിച്ചു. അതാ സുജൂദിൽ കരഞ്ഞു തന്റെ കണ്ണിന്ന് വെള്ളം പോയിട്ട് ആ മുസല്ല രാവിലെ വളക്കാൻ നോക്കുമ്പോ ഖാദിം പറയുന്നു മുസല്ല മുഴുവനും നനഞ്ഞു പോയി. രാത്രി മഴ വന്നിട്ട് മഴന്റെ വെള്ളം നനഞ്ഞതുപോലെ ഈ മുസല്ല നനഞ്ഞ് ചട്ടിയായി. ഏത് നനവാണ്, ഏത് വെള്ളമാണ്? അല്ലാഹുവിനെ പേടിച്ചു, അല്ലാഹുവിനെ അറിഞ്ഞു. റബ്ബേ, എനിക്ക് നിന്റെ അടുത്തേക്ക് വരേണ്ട സമയമായല്ലോ. എന്നെ നീ ദുനിയാവിനെല്ലാം തന്നിട്ട് എന്നെ ഇത്ര വലിയ കാര്യമാക്കി, എന്നെ ഇത്ര വലിയ തങ്ങളാക്കി, ഇത്ര വലിയ പാകിസ്ഥാനുമെല്ലാം നീ എനിക്ക് തന്നു. നിന്നിലേക്ക് വരാൻ വേണ്ടി എന്റെ കയ്യിലൊന്നും ഇല്ലല്ലോ റബ്ബേ, ഞാൻ അതിനെ ഒരുങ്ങിയിട്ടില്ല റബ്ബേ, നീ എന്നെ എന്ത് ചെയ്യും? ഇതൊരു ചിന്ത കൊടുങ്ങ്. അതാ രാത്രി സമയത്ത് തഹജ്ജുദിൽ കിടന്ന് കരഞ്ഞുകയാണ്. മഹാനായ നൂറുൽ ഉലമാ എന്ന ഉസ്താദ് സമയത്ത് എണീച്ചുകൊണ്ട് ഉസ്താദ് കരയുന്നു. മാണിക്കോത്ത് ഉസ്താദ് പറയുന്നു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ, അസുഖങ്ങൾ മാറ്റി കൊടുക്കട്ടെ. ഒരു ദിവസം കാഞ്ഞങ്ങാട് ഭാഗത്തൊരു പൊരകുടിന്റെ എന്റെ വീട്ടിന്റെ പരിസരത്തുള്ള ആളാണ്. രാവിലെ പൊരകുടിക്ക് സുബഹി നിസ്കാരത്തിന് മുമ്പ് എം.എ. ഉസ്താദിനെ കൂട്ടി പോവാൻ പറഞ്ഞിട്ട് വിളിച്ചിട്ട് പോയിട്ടുണ്ട്. അങ്ങനെ ഞാൻ രാവിലെ സുബഹിക്ക് 1 മണിക്കൂർ മുമ്പ് മെല്ലെ എന്നെ ഉസ്താദിന്റെ വാതിലിന്റെ അടുക്കൽ പോയി. ഫസ്റ്റ് ഡോർ തുറന്നിട്ട് നോക്കുമ്പോൾ ഉള്ളിലത്തെ റൂമിന്റെ ഉള്ളിൽ നിന്ന് വല്ലാത്ത കരയുന്ന ശബ്ദം കേൾക്കുന്നു. മാണിക്കോത്ത് ഉസ്താദ് പറഞ്ഞു, ഞാൻ പേടിച്ചിട്ട് ഓടിപ്പോയി. എനിക്ക് അങ്ങോട്ട് അടുക്കാൻ കഴിഞ്ഞില്ല. ഇതേതോ കാലത്തുള്ള ആളെ കഥ പറയല്ല. എന്നിട്ട് ഞാൻ കുറെ കാത്തു. സുബഹി ബാങ്കിന്റെ സമയമാകുമ്പോഴാണ് ഡോറ് തുറക്കുന്നത്. ആ സമയത്ത് എന്നെ കാണുമ്പോ അഥവാ നമുക്കൊരു സ്ഥലത്ത് പോകാനുണ്ടല്ലേ, അപ്പൊ പറഞ്ഞു ഉസ്താദേ, ഞാൻ നേരത്തെ വന്നിരുന്നു. അപ്പൊ ഇങ്ങോട്ട് വന്ന് മുട്ടാൻ എനിക്ക് പേടിയായി. ഉസ്താദ് കരയുന്ന കരച്ചലിന്റെ ശബ്ദം കേട്ടിട്ട് ഞാൻ അങ്ങോട്ട് പേടിച്ചു പറയുന്നതാണ്. എന്നെ ഉസ്താദിന്റെ അനുസ്മരണം നടത്തുന്ന ചിന്നമുഖർ നാട്ടിലെ സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസികളെ, ആലിമീങ്ങളെ, സംഘാടകരെ, ഈ മഹാന്മാരെല്ലാം പടച്ചുറപ്പിനെ പേടിച്ചു അവരെ കണ്ണുപോയ കണ്ണുനീരിന് കണക്കില്ല. അല്ലാഹുവേ, അവരെ ബറക്കത്ത്, അവരെ ഇൽമിന്റെ ബറക്കത്ത്, അവരെ തഖ്വന്റെ ബറക്കത്ത് ഞങ്ങളെ മക്കളെ, ഞങ്ങളെ നീ നന്നാക്കണം റഹ്മാനേ, നീ നന്നാക്കണം റഹ്മാനേ. നിന്നെ പേടിച്ച് ഒരു കണ്ണുനീര് ഈ ഭൂമിയിലേക്ക് ഒലിപ്പിച്ച് അത് കാരണമായി നിന്റെ നരകം ഞങ്ങൾക്ക് ഹറാമായി കിട്ടുന്ന രൂപത്തിൽ നന്നാക്കണം റഹ്മാനേ, നന്നാക്കണം റഹ്മാനേ. ഈ മോശമായ അവസ്ഥയിൽ നിന്നെ പേടിച്ച് കരയാത്തൊരു ജീവിതം ജീവിച്ചു
നിന്നിലേക്ക് മടങ്ങി വരുന്നൊരവസ്ഥ ഞങ്ങൾക്ക് നീ വിധിക്കല്ലേ അല്ലാഹ്. നമുക്ക് താജുൽ ഉലമാനി നൂറുൽ ഉലമാനെ പറ്റി പറയാൻ എന്ത് അവകാശമുണ്ട്? ഞങ്ങൾ എവിടെ ഇരിക്കുന്നു? പഴയ കാലത്തൊക്കെ നമ്മുടെ വീടുകളിൽ ഉമ്മമാർ അല്ലാഹുവിനെ പേടിച്ചു കരയുന്ന ഉമ്മമാരുണ്ടായിരുന്നു, വാപ്പമാരുണ്ടായിരുന്നു. നനഞ്ഞ നിക്കാരക്കുപ്പായമുണ്ടായിരുന്നു, നനഞ്ഞ നിക്കാരപ്പായുണ്ടായിരുന്നു. അതെല്ലാം പറ്റപ്പോയില്ലേ സഹോദരന്മാരെ? അതിലേക്കൊന്ന് മടങ്ങി വരണം. അതാണ് ശൈഖ് മുഈനുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി നലവേരും ഇശാത്തോളുതോറുവാലെ 40 റ്റാണ്ടോളം സുബ്ഹി തൊഴുതോ. ഔഫുൽ മാസമാണ്. അവർ ഫാത്തിഹ എപ്പോഴും ഓതുകി അവരെ ദുആയും ബറകത്തും എത്തുമേ. അല്ലാഹുവിനെ പേടിച്ച് റബ്ബിനെ അറിഞ്ഞ് പേടിച്ചിട്ട് 40 കൊല്ലക്കാലം ഇശാ നിസ്കരിച്ച ഉതുകൊണ്ട് സുബ്ഹി നിസ്കരിച്ചു എന്ന് പറഞ്ഞാൽ രാത്രി മുഴുവനും ഇബാദത്ത് തന്നെ. അല്ലാഹുവിനെ പേടിച്ച് റബ്ബിനെ അറിഞ്ഞു, ആ റബ്ബിന്റെ ഇബാദത്തിൽ തന്നെ അല്ലാഹുവിനെ പേടിച്ച് 40 ദിവസമല്ല 40 മാസമല്ല മക്കളെ ഉമ്മമാരെ 40 കൊല്ലക്കാലമാണ്. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. ഔഫുൽ ആലം തങ്ങളുടെ മാസത്തിലും മഹാമഹത്തുൽ ബദ്ർ നടത്തുന്നു, ഖുത്ബിയത്ത് നടത്തുന്നു. ഒക്കെ ശരിയാണ്. പക്ഷേ ഔഫുൽ ആലമിന്റെ മാർഗത്തിലെത്തിയോ? നീ 40 കൊല്ലക്കാലം നീ താജ് നിസ്കരിക്കണ്ടോ? ഇശാ നിസ്കരിച്ച് സുബഹി വരെ നിസ്കരിക്കണ്ട. സുബഹിക്ക് മുൻപ് ഒരു അരമണിക്കൂർ മുമ്പ് എടുത്തിട്ട് ഇപ്പോൾ 5:01 ബാങ്ക് കൊടുക്കുന്ന സുബഹി ബാങ്ക്. നേരത്തെ കുറച്ചു മുമ്പ് 4:30 കൊടുത്തിരുന്നു, 4:15 ബാങ്ക് കൊടുത്തിരുന്നു, 4 മണിക്ക് കൊടുത്തിരുന്നു. അതിപ്പോ 5:01 എന്നാ ഒരു 4:30 മണിക്ക് വിളിച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒതു കൊടുക്കാൻ ബാത്റൂമിൽ പോകാൻ ഉപയോഗിച്ചിട്ട് 15 മിനിറ്റ് ഉപയോഗിച്ചിട്ട് ഒരു 1/4 മണിക്കൂർ അവർ 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ച് എന്റെ റബ്ബേ നീ എപ്പോ എന്നെ വിളിക്കൂന്നറിയില്ല. എയർപോർട്ടിൽ നിന്ന് കൂട്ടാൻ പോയ മകൾ ഉപ്പയും ഭരിക്കുന്ന എയർപോർട്ട് വന്നിട്ട് ഇറങ്ങിയിട്ട് സാധനങ്ങളിലേക്ക് വാങ്ങിയിട്ട് കാറിൽ വെക്കുന്നു. ഈ ചെറുപ്പക്കാരൻ പടഞ്ഞു ഭരിക്കുന്നു. എത്രയാണ് സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത്. റബ്ബേ നീ എന്നെ എപ്പോ വിളിക്കുന്നറിയില്ല. അതുകൊണ്ട് റബ്ബേ നീ എന്നെ ഒന്ന് നന്നാക്കണം, നീ എനിക്കൊന്ന് മാപ്പ് തരണമെന്ന് നീ ഒരു 2 റക്അത്ത് നിസ്കരിച്ച് നിന്റെ റബ്ബിനോട് സങ്കടപ്പെട്ടിട്ട് നിനക്കൊന്ന് കരയാൻ കഴിഞ്ഞെങ്കിലല്ലേ നീ എന്ത് മഹദത്തുൽ ബദ്രിന്റെ ആള്, നീ എന്ത് ഖുത്ബിയത്തിന്റെ ആള്, നീ എന്ത് സലാത്തിന്റെ ആള്, നീ എന്ത് നൂറുൽ ഉലമയുടെ ആള്. വെറുതെ ബോർഡ് വെച്ചിട്ട് കാര്യമില്ല. പോകണം നമ്മൾ ആ റൂട്ടിലേക്ക്. ഒരു 2 റക്അത്തെങ്കിലും സുബഹിക്കുമുമ്പ് തഹജ്ജുദിന്റെ പേരിൽ നിസ്കരിക്കാൻ കഴിയോ? എങ്കിൽ ഓ മുസ്ലിമീങ്ങളെ, ഓ ആളുകളെ, വയസ്സന്മാരെ, ചെറുപ്പക്കാരെ, ഉമ്മമാരെ, നിനക്കും എനിക്കും ആ റൂട്ടിലെത്താൻ കഴിയും, അല്ലാതെ കഴിയില്ല. വലിയ തരീഖത്തിന്റെ മശായിഖിൽപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോൾ അവരെ ഖാദിമായ ശിഷ്യനായ ഖാദിമ സ്വപ്നത്തിൽ ഉസ്താദിനെ ശൈഖിനെ കാണുന്നു. ആ സമയത്ത് ആ ഖാദിമ ചോദിക്കുന്നു, ഉസ്താദേ, ഉസ്താദിന്റെ ഖബറിലുള്ള ജീവിതം എന്താണ്? ആലമുൽ ബർസഖിന്റെ ജീവിതം എന്താണ്? ആ ഖബറിന്റെ അവസ്ഥ എന്താണ്? ആ സമയത്ത് ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പറയുന്നു, മോനെ, എന്റെ ഖബറിന്റെ ജീവിതം റാഹത്തിലാണ്, സന്തോഷത്തിലാണ് മോനെ. ചോദിക്കുന്നു, എന്താ ഉസ്താദ് ആ ഖബറിൽ ഉസ്താദിനെ കിട്ടിയത്? എന്താണ് ഉസ്താദിന്റെ ഖബർ സ്വർഗമാകാൻ ഉസ്താദിന് ഫലപ്പെട്ടത് എന്താണ്? ഈ ചോദ്യത്തിന് ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പറയുന്ന മറുപടി, മോനെ, എല്ലാവരും കടന്നിട്ട് കൂർക്കും ഭരിക്കുമ്പോ ഞാൻ എന്റെ റബ്ബിനെ ഓർമ്മിച്ചിട്ട്
എന്റെ കൽബ് എന്ന് പറയുന്ന അൽറാം അടിച്ചു, എന്റെ കൽബ് എന്ന് പറയുന്ന ടെമ്പി ചലിച്ചു. മൊബൈലിന്റെ അൽറാം ഇല്ല, കൽബിന്റെ അൽറാം അടിച്ചിട്ട് ഞാനതാ എന്റെ റബ്ബിന് 2 റക്അത്ത് നിസ്കരിച്ചു. ഞാൻ ആ പാതിരാക്ക് നിസ്കരിച്ചില്ലേ, ആ തഹജ്ജുദില്ലേ, അതാണ് എന്റെ ഖബറിൽ എത്തിയത്. എന്നെ ഖബറിൽ രക്ഷപ്പെട്ടതെന്ന് ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പറഞ്ഞെങ്കിൽ നൂറുൽ ഉലമാന അനുസ്മരണം നടത്തുന്ന എന്റെ പ്രിയപ്പെട്ടവരോട്, താജുൽ ഉലമാന അനുസ്മരിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരോട്, മൊയ്തീൻ ശൈഖ് തങ്ങളെ മാസമെന്ന് വിശ്വസിക്കുന്നവരോട് ഞാൻ പറയട്ടെ, അവരെ റൂട്ട് എവിടെ, അവരുടെ അവസ്ഥ എവിടെ? അതിന്റെ 100 അംശമെങ്കിലും നമുക്ക് എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്തിനവരെ പേര് പറയണം നമ്മള്? എന്തിനവരെ ആളുകൾ എന്ന് നമ്മളെ പറ്റി പറയുന്നത്? വളരെ ആലോചിച്ച്, വളരെ ചിന്തിച്ച്, ഒന്ന് മനസ്സ് പൊട്ടിക്കരണ്, റബ്ബിനോട് മടങ്ങാൻ, റബ്ബിലേക്ക് മടങ്ങാൻ ഈ സദസ്സും ഈ മജ്ലിസും അല്ലാഹു അതിന് കാരണമാക്കി തരട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. കുറേയേറെ നിങ്ങളോട് വേദ പറയേണ്ട ആവശ്യമില്ല, നിങ്ങളൊക്കെ അതിന്റെ ആളുകളാണ്. പക്ഷേ ഒരു ചേഞ്ചസ് നിങ്ങളോട് ഇങ്ങനെ ഇപ്പൊ വേദ പറഞ്ഞു പോയിട്ട് എനിക്ക് കിടന്നുറങ്ങാൻ പറ്റോ? എനിക്കറിയാം, ഞാൻ 1 മണിക്കൂർ പിന്നെ എണിക്കണ്ടേ? ഇല്ലെങ്കിൽ അല്ലാഹു എന്നെ വിടുവോ? എന്നെ എന്റെ റബ്ബ് വിടുവോ? അപ്പൊ ഞാനിത് പറയുമ്പോൾ ഞാൻ എന്റെ മനസ്സിൽ ചിന്തിക്കും, ഞാൻ ചിന്നമുകളിൽ കുറെ പറഞ്ഞില്ലേ, ഏതെങ്കിലും ആളുകൾ രാത്രി അടിച്ചിട്ട് ആഴ്ച നിസ്കരിച്ചാൽ അവർക്ക് എന്റെ നസീഹത്ത് ഫലപ്പെട്ടു. ഞാനെവിടെ ഉണ്ട്? ഞാൻ നിർബന്ധമായി നിങ്ങളുടെ 1/2 മണിക്കൂർ മുമ്പ് എണിക്കാൻ പറഞ്ഞാൽ ഞാൻ 3/4 മണിക്കൂർ മുമ്പ് എണിക്കണ്ടേ? 1 മണിക്കൂർ മുമ്പ് ഞാൻ എണിക്കണ്ടേ? എന്റെ ശീലം തീർത്തിട്ട് ഞാൻ ചന്തവൃത്തിയാക്കിയിട്ട് പോത്തുപോലെ ഉറങ്ങിയാൽ എന്നെ അല്ലാഹുവിന്റെ നരകത്തിലേക്ക് നാളെ വലിച്ചു കൊണ്ടുപോയിട്ട് എന്റെ കൊടലല്ലേ പുറത്തു വലിക്കുന്നത്? ഇതൊക്കെ തമാശകളിയാണോ? ഇത് രാഷ്ട്രീയക്കാരെ പ്രസംഗം പോലത്തെ പ്രസംഗാണോ? ആഖിറത്തിന്റെ വിഷയമല്ലേ? പടച്ചറപ്പിന്റെ മുമ്പിൽ പോകുന്ന വിഷയമല്ലേ? അല്ലാഹുവേ, ഞങ്ങളെ നീ നന്നാക്കണം റഹ്മാനേ, ഞങ്ങളെ നീ നന്നാക്കണം റഹ്മാനേ. ഞങ്ങളെ കൽബിൽ റബ്ബായ നിന്റെ ഓർമ്മ തരണം റബ്ബേ. നിന്നെ പേടിച്ച് കരയാൻ, നിന്നെ പേടിച്ച് പിന്നെയും പിന്നെയും സങ്കടപ്പെട്ട് കരയാൻ ഞങ്ങളെ കണ്ണൊരുറ്റു വെള്ളമെങ്കിലും ഞങ്ങളെ മുസല്ലയിലേക്ക് പോകും. ഞങ്ങൾക്ക് ഒലിപ്പിക്കാൻ ഒരുറ്റു വെള്ളം കണ്ണൊറ്റിക്കുന്ന ആ ഒരവസ്ഥയിൽ ഞങ്ങളെ കൽബ് നീ മയപ്പെടുത്തി തരണം റഹ്മാനേ, നന്നാക്കി തരണം റഹ്മാനേ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരഞ്ഞിട്ട് ഇവിടെ നോക്കൂ, 2 കണ്ണുണ്ട് വെള്ളം വന്നിട്ട് ഈ 2 കണ്ണുണ്ട് വെള്ളം ഒലിച്ചിട്ട് ഇതാ ഈ കവൾത്തടങ്ങളിൽ ഒരു തോട് പോലെ ആയിട്ടുണ്ട്. ആരാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നിങ്ങളൊക്കെ ദുആ കൊണ്ട് ഞാൻ മദീനയിൽ 12-ന് മദീനയിൽ ഉണ്ടായിരുന്നു. മദീനയിൽ 13-ന് വരുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ഹിജ്റ പോയിട്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി തങ്ങളും ഓടിച്ച കാർ സൗറില്ലേ, സൗറന്ന ഗുഹ, ആ വലിയ പാറ കണ്ടപ്പോ, കുന്ന് കണ്ടപ്പോ, ആ ഗുഹ കണ്ടപ്പോ സങ്കടപ്പെട്ട് കരഞ്ഞുപോയി. ഒരു സൗകര്യമില്ലാത്ത കാലഘട്ടത്തിൽ അല്ലാഹുവിന്റെ ഹബീബ് ശത്രുക്കൾ കൊന്നു കളയാൻ ഓടിച്ചു വരുമ്പോ ആ കുന്നിലേക്ക്, ആ വലിയ പാറന്റെ മുകളിൽ എങ്ങനെ കയറിയെന്ന് ചിന്തിക്കാൻ കഴിയുന്നില്ല. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ട്. ആ ചരിത്രങ്ങളൊക്കെ അവിടെ വെച്ച് ഓർമ്മിച്ച് കരയേണ്ടി വരുന്നു. പറയട്ടെ,
അങ്ങനെ ഒരാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഉമ്മത്തിൽ വേറെയില്ല. അത്ര വലിയ പവറാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എന്നിട്ട് നിങ്ങൾ കണ്ടോ, ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പടച്ച റബ്ബിനെ പേടിച്ച് കരഞ്ഞിട്ട് രണ്ട് കണ്ണ് വെള്ളം പോയിട്ട് ആ അടയാളം കാണാം. എന്താണ് ബഹുമാനപ്പെട്ടവർ പറഞ്ഞ വാക്ക്? ലാ ആമുറു മക്റല്ലാഹ് ഹത്താ അറാ ഖദമയ്യ ഫിൽ ജന്ന. എന്റെ രണ്ട് കാലും സ്വർഗത്തിലേക്ക് എത്തിയിട്ടല്ലാതെ എനിക്കൊരു സമാധാനമില്ല, എനിക്കൊരു നിർഭയമില്ല. ഒരു കാലല്ല, രണ്ട് കാലം ഉറപ്പിന്റെ സ്വർഗത്തിലെത്തിയാലേ ഈ അബൂബക്കറിന് സമാധാനമുള്ളൂ, അബൂബക്കറിന് നിർഭയമുള്ളൂ. അല്ലെങ്കിൽ എന്റെ റബ്ബിനിക്ക് എന്നെ ശിക്ഷിക്കാം. അല്ലാഹുവേ, ഞങ്ങളെ ചെറുപ്പക്കാരെ, ഞങ്ങളെ മക്കളെ, ഞങ്ങളെ പെണ്ണുങ്ങളെ, സഹോദരിമാരെ എല്ലാവരെയും നീ നന്നാക്കണം റഹ്മാനെ. നാവ് കൊണ്ട് ദിക്ർ ചൊല്ലുന്ന, നാവ് കൊണ്ട് സ്വലാത്ത് ചൊല്ലുന്ന, നേരത്തെ പറഞ്ഞ 3 അൽഖഫ് ജുമഅക്ക് മുമ്പ് ഓടുന്നു എന്ന് പറഞ്ഞ ആ നിലക്കുള്ള വ്യക്തികളൊക്കെ മരിച്ചു പോകുന്നു. ഒരു പ്രാവശ്യം ഓതാനെങ്കിലും റബ്ബേ ഞങ്ങളെ നീ നന്നാക്കി തരണേ റബ്ബേ. നിന്നെ പേടിച്ചിട്ട് ആളെ മുമ്പിലല്ല, ഒന്ന് കരയാൻ പറ്റുന്ന ഒരു ഖൽബ് ഞങ്ങൾക്ക് നീ തരണം അല്ലാഹ്. ആ മഹത്തുക്കളൊക്കെ അങ്ങനെയാണ് ജീവിച്ചത്. അങ്ങനെ ജീവിച്ചതിന്റെ പുറമെയാണ് മഹാനായ താജുൽ ഉലമയും നൂറുൽ ഉലമയും കൂടി ജാമിഅ സഅദിയയെ വളർത്തിയതും. ആ സഅദിയക്ക് വേണ്ടി എം എ ഉസ്താദും തങ്ങൾ ഉസ്താദും രണ്ടോരും അന്നത്തെ പഴയ ഗൾഫ്, ആരും സ്വീകരിക്കാനില്ലാത്ത ഉണങ്ങിയ ഗൾഫ്, ആ ഗൾഫ് നാടുകളിലെല്ലാം ചുറ്റി കറങ്ങി മഹാനായ താജുൽ ഉലമ പറഞ്ഞു, അന്നത്തെ ചൂട്ടിൽ ഞാൻ നടന്നിട്ട് എന്റെ കാല് പൊട്ടിപ്പോയി, നടക്കാൻ കഴിയുന്നില്ല. അത്ര കഷ്ടപ്പെട്ടിട്ടാണ് നൂറുൽ ഉലമയും താജുൽ ഉലമയും കൂടി ആ ജാമിഅ സഅദിയയെ വളർത്തിക്കൊണ്ടുവന്നത്. അല്ലാഹുവേ, അവരുടെ ആ പാതയിലേക്ക് ഞങ്ങളെ നീ എത്തിക്കണേ റബ്ബേ. പടച്ചവരെ പേടിക്കണം, കരയണം, കണ്ണിന്ന് വെള്ളം ഒലിപ്പിക്കണം. ഖൽബിന്റെ ഉള്ളിലെ കറുപ്പും വടക്ക് ചിന്തയും ആളുകളെ കാണുമ്പോഴുള്ള ശത്രുതയും വൈരാഗ്യവും എല്ലാം ഒഴിവാക്കി എല്ലാവരും നന്നാകണം എന്ന നിലക്കുള്ള ഒരു ഖൽബോടുകൂടി ഞാൻ നിങ്ങൾ ജീവിക്കണം. എല്ലാം അല്ലാഹു സലാമത്താക്കി തരും, എല്ലാം അല്ലാഹു വിജയിപ്പിച്ചു തരും, അല്ലാഹു എല്ലാം സലാമത്താക്കി തരും, അല്ലാഹു എല്ലാം രക്ഷപ്പെടുത്തി തരും, അല്ലാഹു നമ്മളെ ഇസ്സത്തിലാക്കും, അല്ലാഹു നമ്മളെ ഒരു നിലക്കുള്ള പടപ്പടം തിരുത്തൂല.